വിശദാംശങ്ങളിലേക്ക് നോക്കാം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായി നിയമസഭയിൽ അരങ്ങേറിയത് നാടകീയ സംഭവങ്ങൾ. സ്വീകരിക്കാനെത്തിയ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും ഗവർണർ ചിരിയോ ഹസ്തദാനമോ നൽകിയില്ല. പ്രസംഗത്തിലെ അവസാന ഖണ്ഡിക വായിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഗവർണർ സഭ വിട്ടു. പിന്നാലെ ഗവർണറെ വിമർശിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി. രാവിലെ 8:50 ഗവർണർ നിയമസഭയിലെത്തി. പൂച്ചെണ്ടുമായി മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും അടക്കം സഭയുടെ പ്രധാന കവാടത്തിൽ കാത്തുനിന്നു. എന്നാൽ ഊഷ്മളമായി ഒന്ന് ചിരിക്കാനോ കൈകൊടുക്കാനോ തയ്യാറാകാതെ ഗൗരവഭാവത്തിൽ ഗവർണർ ചേംബറിലേക്ക്. പതിവിന് വിപരീതമായി നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന ഭാഗം മാത്രം വായിച്ചെന്ന് വരുത്തി ഗവർണർ സഭ വിട്ടിറങ്ങി. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഞെട്ടി. അതേസമയം ഗവർണറുടെ നടപടി സാധാരണ കാര്യമാണെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നും പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ. ഗവർണർമാര് നമ്മുടെ ഗവർണർ അഡ്രസ്സിൽ ആദ്യത്തെ ഒരു ലൈൻ വായിച്ച് അവസാനം ഒരു ലൈൻ വായിച്ച് അവസാനിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എന്നാൽ സംസ്ഥാന സർക്കാരിനൊപ്പം ഗവർണറെയും രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഖണ്ഡിക മാത്രം വായിച്ച് മടങ്ങിപ്പോയത് നിയമസഭയോടുള്ള പൂർണ്ണമായ അവഹേളനമായി ഞങ്ങൾ കാണുകയാണ്. പ്രതിപക്ഷത്തെ ഗവർണർ മൈൻഡ് പോലും ചെയ്തില്ലെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരാതി. ഗവർണർ വരുന്നത് കണ്ടു, വാണം വിട്ട പോലെ പോകുന്നതും കണ്ടു. ഞങ്ങളൊക്കെ അങ്ങോട്ട് വണങ്ങാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒറ്റ പോക്കാണ്. സർക്കാരുമായി സന്ധിയില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഗവർണർ. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ പരസ്യ പ്രക്ഷോഭത്തിനൊരുങ്ങുമ്പോൾ ഗവർണറും മയപ്പെടുന്നില്ല എന്നതാണ് സൂചന. നയപ്രഖ്യാപന പ്രസംഗം അവസാന ഖണ്ഡികയിൽ ഒതുക്കിയപ്പോൾ സംസ്ഥാന സർക്കാരുമായി യാതൊരുവിധ സഹകരണവുമില്ലെന്ന നയമാണ് ഗവർണർ നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. ക്യാമറ പേഴ്സൺ ഷാൻ ജയസിനൊപ്പം നിയമസഭയിൽ നിന്നും കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്.